മതേതര ജനാധിപത്യ സോഷ്യലിസ്റ്റ് സെക്യുലർ പിന്നെ മറ്റേ ബാക്കി എന്തൊക്കെയോ ആയിട്ടുള്ള ഗവൺമെന്റിന് നേതൃത്വം നൽകുന്നത് കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായ VD സതീശനാണ്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം ആവാറായി. 85 ദിവസം കഴിഞ്ഞു. 100-ാം ദിവസം അടുക്കാൻ പോണു. 85 ദിവസം കഴിഞ്ഞു. അപ്പോൾ സാർ എങ്ങനെയാണ് ഇത് വിലയിരുത്തുന്നത്? ഇത് ഈ നേരത്തെ പറഞ്ഞ കൂട്ടങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ കൂടെ? സെക്യുലർ, ഡെമോക്രാറ്റിക്, സോഷ്യലിസ്റ്റ്. ഇതിലെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഭരിക്കുന്നത് ഇപ്പോൾ ശരീഅത്ത് നിയമത്തിലേക്ക് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശരീഅത്ത് നിയമമാണ് കേരളത്തിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ശരീഅത്ത് നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു സംവിധാനവും ജമാഅത്തെ ഇസ്ലാമി ഒരുക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ടുള്ള അവരുടെ പ്രവർത്തകർ മിക്കവാറും എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ ഇതിനകം നിയമിക്കപ്പെട്ട് കഴിഞ്ഞു. എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ അവർക്ക് വിശദമായ പരിശീലനം കൊടുത്തിട്ടാണ് അവരെ വിടുന്നത്. സർക്കാർ സംവിധാനത്തിലുള്ള സെക്രട്ടേറിയറ്റിലുള്ള ഉദ്യോഗസ്ഥരിൽ ചിലർ എങ്ങനെയാണ് ഫയലുകൾ മുക്കേണ്ടതെന്നും എങ്ങനെയാണ് ഫയലുകൾ മാറ്റേണ്ടതെന്നും എങ്ങനെയാണ് ഫയലുകൾ ഗതി തിരിച്ചു വിടേണ്ടതെന്നൊക്കെ ഉള്ളത് സംബന്ധിച്ച് ഉള്ള നിർദ്ദേശങ്ങളുമൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അവരാണിപ്പോൾ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഈ UDF ഉണ്ടാക്കിയ ഏറ്റവും വലിയ ധാരണയുടെ പുറത്തായിരുന്നു അത്. അവർക്ക് ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ ആൾക്കാർ എല്ലാ മന്ത്രിമാരുടെയും പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരിക്കണം. അതായിരുന്നു അവരുടെ ഒരു വാദം. അത് അംഗീകരിച്ചു കൊടുത്തു. അതിൻ്റെ ഓരോന്നും നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ വീര സവർക്കറെ കുറിച്ചൊരു അധ്യാപകനൊരു ചോദ്യം ചോദിച്ചു. കാസർഗോഡുള്ളൊരു അധ്യാപകൻ. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ഗുരുപ്രസാദ്. അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് നടക്കുന്നൊരു ക്വിസ് മത്സരം, പ്രശ്നോത്തരി. ആ പ്രശ്നോത്തരിയിൽ ചോദിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷുകാരുടെ തടവിൽ കഴിഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം വീര സവർക്കർ എന്നാണ്. അപ്പോൾ വീര സവർക്കറുടെ ചോദ്യം ചോദിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആ ചോദ്യത്തിൽ അവ്യക്തതയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ആ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. ലോക ചരിത്രത്തിൻ്റെ ക്വിസിലും ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ അവ്യക്തതയുണ്ട് എന്ന് പറഞ്ഞ് ആദ്യമായി സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ഒരാൾ ഗുരുപ്രസാദാണ്. വേറെ ആരും ഉണ്ടാകില്ല. കാരണം എത്രയോ ചോദ്യങ്ങൾ അവ്യക്തങ്ങളാണ്. മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങളും പലപ്പോഴും മിക്കവാറും അവ്യക്തങ്ങളായിരിക്കും. അവ്യക്തങ്ങളായിട്ട് ചോദ്യങ്ങൾ ചോദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ പേരിൽ ഇങ്ങനൊരു കഠിന ശിക്ഷ കൊടുക്കുന്നത് ആരെ തൃപ്തിപ്പെടുത്താൻ? അതിൻ്റെ ഉത്തരം കിട്ടി. ഉത്തരം പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ മുൻ മന്ത്രിയും മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളുമായിട്ടുള്ള മുനീറാണ്, MK മുനീറാണ്. മുനീർ പറഞ്ഞ് ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഒരാളുടെയും ഒരു കാര്യവും വിദ്യാഭ്യാസ വകുപ്പിൽ നടക്കില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിലെനിക്ക് അവരുടെ അഭിപ്രായ വ്യത്യാസമില്ല. കാരണം 1948 മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത് തമിഴ്നാട്ടിൽ വെച്ച്. 47 സ്വാതന്ത്ര്യം കിട്ടിയ ഒരു രാജ്യത്ത് ദേശീയ പ്രസ്ഥാനത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും മുസ്ലിം ലീഗിന് ഒരു പങ്കുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അല്ല, ഒരു മുസ്ലിം ലീഗ് ഫോം ചെയ്യുന്ന ഈ പ്രത്യേക പാകിസ്ഥാൻ രാജ്യം അതെന്നാണെന്ന് വെച്ചാൽ അത് 1906 ഡിസംബർ 31 ഓക്കെ. അന്ന് അവരത് ഉണ്ടാക്കിയിട്ട് ഇവർ അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ ലളിതമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹിന്ദുക്കളുടെ പ്രസ്ഥാനമാണ്, അതിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ല, അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് വേറെ ഒരു പ്രസ്ഥാനം വേണം എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗ് എന്നും ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. അതിന് മാറിയിട്ടില്ല അവർ. പക്ഷെ അതിൻ്റെ ഒരു ഗുണവും കിട്ടി. പാർട്ടീഷൻ്റെ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ കൈയയച്ച് ബ്രിട്ടീഷുകാർ സഹായിച്ചത് ആരെയാണ്? പാകിസ്ഥാനെയാണ്. അത് കഴിഞ്ഞിട്ട്
ബ്രിട്ടീഷുകാർ ഈ കോമൺവെൽത്ത് എന്നൊക്കെ പറയുമെങ്കിലും നെഹ്റുവിന് പ്രാന്തമായിട്ടാണല്ലോ കോമൺവെൽത്ത് ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ പിന്നെ ഇതിനകത്തൊക്കെ ഉണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. കോമൺവെൽത്ത് എന്നൊക്കെ പറയുമെങ്കിലും അവർ എന്നും എല്ലാ യുദ്ധങ്ങളിലും യുദ്ധമില്ലാത്ത സന്ദർഭങ്ങളിലും എന്നും പിന്തുണച്ചിട്ടുള്ളത് ആരെയാണ്? പാകിസ്ഥാനെയാണ്. ഒരു പ്രോ പാകിസ്ഥാൻ ലൈൻ ബ്രിട്ടീഷുകാർ എന്നും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റി ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് എന്നുള്ള കാര്യം ജിന്ന അടക്കമുള്ള എല്ലാവരും ബോധ്യപ്പെടുത്തിയിരുന്നു. മഹാത്മാഗാന്ധി മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി പഠിച്ച പണി 18 നടത്തിയിട്ടും ഗാന്ധി ദയനീയമായി പരാജയപ്പെട്ടു. ഗാന്ധിയുടെ ഏറ്റവും വലിയ പരാജയം അത് ഗാന്ധിയന്മാരെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, കാരണം മുസ്ലിങ്ങളെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ആ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും വലിയ ആവശ്യം എന്തായിരുന്നു? ഇന്ത്യയിൽ നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്ക് വേറെ രാജ്യം വേണം എന്നുള്ളതാണ് ഒരു സംഘടന ഉണ്ടാക്കിയത്. 1906 ഡിസംബർ 31 ഉണ്ടാക്കിയ മുസ്ലിം ലീഗ് അന്ന് മുതൽ ആവശ്യപ്പെടുന്നത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് രാജ്യം വേണം എന്നാണ്. ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് രാജ്യം വേണം എന്ന ചിന്താഗതിക്കാരായിരുന്നു 1947 ഓഗസ്റ്റ് 14 വരെ ഇന്ത്യയിൽ ജീവിച്ച എല്ലാ മുസ്ലിം ലീഗുകാരും. ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം ലീഗിൻ്റെ കൂടെ ആയിരുന്നു എന്നുള്ള കാര്യം സത്യമാണല്ലോ. 46 മറ്റേ ഇത് തെരഞ്ഞെടുപ്പ് വരുന്നത്, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വരുന്നത് 52 തെരഞ്ഞെടുപ്പിലൊക്കെ അത് വളരെ വ്യക്തമായിട്ട് കണ്ടല്ലോ. 52 തെരഞ്ഞെടുപ്പ് ഇവിടെയാണല്ലോ, അതിന് മുമ്പൊരു തെരഞ്ഞെടുപ്പ് നടന്നല്ലോ. ലോക്സഭയിലേക്കല്ല, അതിന് ബ്രിട്ടീഷുകാരുടെ 1936 തെരഞ്ഞെടുപ്പിൽ മുസ്ലിം പ്രദേശങ്ങളിൽ നിന്നെല്ലാം മുസ്ലിങ്ങൾ ജയിച്ചു വന്ന്. അതൊരു വസ്തുതയല്ലേ. അവിടെ കോൺഗ്രസിന് എത്തി നോക്കാൻ കഴിഞ്ഞില്ല. ഗാന്ധി കഷ്ടപ്പെട്ട് 2 പേരെ കൊണ്ടുവന്നു, ആലി സഹോദരന്മാരെന്ന് പറഞ്ഞത്. അത് വന്നതും പറഞ്ഞതും കണക്കാണ്. അവർ ഗാന്ധിയുടെ തന്നെ എന്ത് പറയുന്നറിയാമോ? ആ ഇടയ്ക്ക് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതി ഇട്ട് ആ ഇടയ്ക്ക്. അപ്പോൾ ഗാന്ധിയോട് പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ മതപരമായ കാരണങ്ങളാൽ ഞങ്ങൾ അഫ്ഗാനിസ്ഥാൻ്റെ കൂടെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. ഏത്? ഈ ആലി സഹോദരന്മാർ. ദേശീയം ഗാന്ധിയോട് നേരിട്ട് പറഞ്ഞു. അതാണ്. അപ്പോൾ അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൽ ജയിൽവാസം അനുഭവിച്ചതിൻ്റെ ചരിത്രം പറയാൻ മുസ്ലിം ലീഗിനില്ല. അതുകൊണ്ട് അവിടെ മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. ഇന്ത്യയിലെ ഒരുപക്ഷെ ആദ്യത്തെ തന്നെ ജനോസൈഡ് എന്ന് പറയുന്നത് ഈ നമ്മുടെ മലബാർ കലാപം 1921 മുസ്ലിം ലീഗ് അന്ന് മറ്റേ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു അതിനകത്ത്. അല്ലെ, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നല്ലോ അന്ന്. മുസ്ലിം ലീഗ് ഉണ്ടല്ലോ, 1906 ഉണ്ടാക്കിയതല്ലേ. ആ തമിഴ്നാട്ടിലുള്ളൊരു കക്ഷിയില്ല, എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ഖാദെ മില്ലത്ത് എന്തൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അന്ന് ഈ കോൺഗ്രസുമായിട്ട് ചേർന്നിട്ട് കോഴിക്കോട് കടപ്പുറത്തൊരു മീറ്റിങ്ങിൽ വന്ന് പ്രസംഗിച്ച് അതിനെക്കുറിച്ചുള്ള അതിൻ്റെ ഒരു അക്കൗണ്ട് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആര്? നമ്മുടെ KP കേശവൻ. ആഹ്ലാദഭരിതനായി 18,000 പേര് അവിടെ തടിച്ചുകൂടി. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും പേര് തടിച്ചുകൂടി ഒരു കാലം ഉണ്ടായില്ല. എല്ലാ മുസ്ലിങ്ങളും അവിടെ വന്നിരുന്നേ. അതാണ് അതിൻ്റെ കാരണം. അത് വലിയ സന്തോഷത്തോടു കൂടി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആര്? KP കേശവൻ. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് 27 കൊല്ലക്കാലം 2 ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഒരാളെ അവഹേളിക്കാൻ MK മുനീറിനെന്നല്ല ഒരു ലീഗുകാരനും അർഹതയില്ല. കാരണം മുസ്ലിം ലീഗുകാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാത്തവരാണ്. മിണ്ടാതിരിക്കുകയാണ് വേണ്ടത്. അവരുടെ ഒരു കോൺഗ്രസിൽ ചേർന്ന ഒരു മുസ്ലിം നേതാവ്, ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്, അയാൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരനല്ല സാർ. പാകിസ്ഥാൻ, സൗദി അറേബ്യയിലാണ്. സൗദി അറേബ്യ. അയാൾ മക്കത്താണ് ജനിച്ചത്. അതെ, അറിയാം. അയാൾ എന്താണ് തർജുമാനുൽ ഖുറാൻ എന്ന് പറയുന്ന ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ഖുറാൻ തർജുമാൻ. ഈ ഖുറാനിലുള്ള പാണ്ഡിത്യം മാത്രമേ ഉള്ളൂ, കോളേജിലും സ്കൂളിലൊന്നും പോയിട്ടില്ല. ഇല്ല. സെക്കുലർ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഒരാളെയാണ് പിടിച്ച് അതാണ് നെഹ്റു. തലയ്ക്ക് വട്ടമുള്ള ഒരു ജഡ്ജിനെ പിടിച്ച് ചീഫ് ജസ്റ്റിസ് ആവാൻ തീരുമാനിച്ചതാണ്. അതെ. ഇനി രണ്ടാമത്തെ കാര്യം TG മോഹൻദാസിൻ്റെ സംഭവം. TG മോഹൻദാസ് പറഞ്ഞ കാര്യം എന്താണ്? TG മോഹൻദാസ് പറഞ്ഞത് ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ CRPC, പിന്നെ പോലീസ് ആക്ട്, ഇതിൽ അൺലോഫുൾ അസംബ്ലി നടന്നു കഴിഞ്ഞാൽ
അവരെ പിരിച്ചു വിടേണ്ട പ്രോട്ടോക്കോൾ പറഞ്ഞിട്ടുണ്ട്. ആ പ്രോട്ടോക്കോളാണ് പറഞ്ഞത്. അതറിയില്ലല്ലേ? ഇല്ല ഇല്ല ഇല്ല. അതായത് 5 അതിലധികമോ പേര് നിയമം ലംഘിച്ചുകൊണ്ട് സമാധാനം തകർക്കുന്നതിന് വേണ്ടി എവിടെയെങ്കിലും ഒത്തുകൂടിയിട്ടുണ്ടെങ്കിൽ അതാണ് അൺലോഫുൾ അസംബ്ലി. അതെ, അതിന് പഴയ IPC 144. അതെ, അതുണ്ട്. അതനുസരിച്ചിട്ട് അവരെ എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യേണ്ടത്, അതിന് പോലീസ് ആക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് പ്രോട്ടോകോൾ. അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഇവരോട് പോയിട്ട് പറയണം, നിങ്ങൾ നടത്തിയിരിക്കുന്നത് നിയമലംഘനമാണ്, നിയമലംഘനം നടത്താൻ നിങ്ങൾക്ക് അധികാരമില്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഉടൻ തന്നെ പിരിഞ്ഞു പോകണം. അതാണ് ആദ്യം പറയേണ്ടത്. എന്നിട്ട് അവർ പിരിഞ്ഞു പോയില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് അവരെ ബലപ്രയോഗത്തിലൂടെ മാറ്റാൻ ശ്രമിക്കണം. ആ ബലപ്രയോഗത്തിനും അവർ വഴങ്ങിയിട്ടില്ലെങ്കിൽ വാട്ടർ ഗൺ ഉപയോഗിക്കണം, അത് കഴിഞ്ഞ് ടിയർ ഗ്യാസ് ഉപയോഗിക്കണം, അത് കഴിഞ്ഞ് വേറെ സംഗതികളുണ്ട്, ചില കെമിക്കൽസൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കണം. അതും ഉപയോഗിച്ചിട്ട് ഇവർ പോയില്ല എന്നുണ്ടെങ്കിൽ ലാത്തി ചാർജ് ചെയ്യണം. ലാത്തി ചാർജ് ചെയ്തിട്ടും പോയില്ല എന്നുണ്ടെങ്കിൽ വെടിവെക്കണം. വെടിവെച്ചിൽ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെ കത്തിച്ചു കളയും. എന്നിട്ട് പിന്നെ അത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇത് പ്രോട്ടോക്കോളാണ്. ആ പ്രോട്ടോക്കോളാണ് ആര് പറഞ്ഞത്? TG പറഞ്ഞത്. TG ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു മോഹൻദാസ്. ഒന്ന്. ഇനി സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്ന് പറയുന്നില്ലേ, ഇവിടെ വ്യാപകമായിട്ട് പറയുന്നുണ്ടല്ലോ. ഇതാ എൻ്റെ ഇതിലേക്ക് എനിക്ക് ഒരാൾ അയച്ചു തന്നിട്ടുണ്ട് ആ ചിത്രം. ഒരു പെൺകുട്ടി ഒരു പ്ലക്കാർഡ് പിടിച്ച് നിൽക്കുന്നത്, ആ 4 അക്ഷര വാക്കില്ലേ അതും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി നിൽക്കുന്നത്. അതിനെ വിമർശിച്ചുകൊണ്ട് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് മൊത്തം സ്ത്രീവർഗത്തെ അധിക്ഷേപിക്കുന്നതാകുന്നത്? മൊത്തം സ്ത്രീകളെ അധിക്ഷേപിച്ചതും അവരെ നാണം കെടുത്തിയതും ആ പെൺകുട്ടിയാണ്. അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്തതിന് അപ്പോൾ എന്താ കാരണം പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം RSSന് വേണ്ടിയും ഹിന്ദുത്വവാദികൾക്ക് വേണ്ടിയും സംസാരിക്കുന്ന ഒരാളാണ്. എന്താ അങ്ങനെ ഒരാൾക്ക് ഇന്ത്യയിൽ സംസാരിക്കാൻ പാടില്ലേ? എൻ്റെ ചോദ്യം അതാണ്. അല്ല, അങ്ങനെ ഒരാൾക്ക് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് സംസാരിക്കുന്ന മുസ്ലിം ലീഗ് ഉള്ളപ്പോൾ അവർ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നിലകൊള്ളുന്നത്. മതമാണ് പ്രശ്നം. അതെ, മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അങ്ങനെ ഉള്ളപ്പോൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിക്കാൻ ഈ രാജ്യത്ത് അവകാശമുണ്ടല്ലോ. അത് പറഞ്ഞതിൻ്റെ പേരിൽ ഒരു മനുഷ്യനെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് ഒരു രാത്രി മുഴുവൻ ഓടിച്ചു കൊണ്ടുപോയില്ലേ? ആരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു? മുസ്ലിം കമ്മ്യൂണിറ്റിയെ ജമാഅത്തെ ഇസ്ലാമിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ഇങ്ങനെ ഓരോ സംഭവങ്ങളും വരുമ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വാധീനം വർദ്ധിച്ചു വരികയാണ്. ഞാനിത് പറയുന്നതിന് കാരണം സതീശൻ അധികാരത്തിലേക്ക് കയറാൻ പോകുമ്പോൾ ഞാനൊരു പോസ്റ്റ് ഇട്ട്. ആ പോസ്റ്റാണ് ഞാൻ ഇതുവരെ എഴുതിയേക്കുന്ന പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടത്. 15.5 ലക്ഷം പേര്, ഒന്നും രണ്ടുമല്ല. അതിലാണ് 11,000 പേര് കമൻ്റ് ഇട്ട്. അതിലാണ് ഞാൻ പറഞ്ഞ ഈ 9,000 പേരും എന്നെ തെറി പറഞ്ഞേക്കുകയാണ്. ആ 9,000 പേരും മുസ്ലിങ്ങളാണ് എന്നെ തെറി പറഞ്ഞേക്കുന്നത്. കാരണം ഇത് ഇസ്ലാമിക് ഭരണം വരുന്നു എന്ന് ഞാൻ അന്ന് മുന്നറിയിപ്പ് നൽകിയതാണ്. ഇപ്പോൾ അതിവിടെ വന്നുകൊണ്ടിരിക്കും, യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഭാഗമായിട്ടാണ് സതീശനെ ഭീഷണിപ്പെടുത്തിയത്. മാതാ അമൃതാനന്ദമയ്യയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ വേറൊരു ഇഷ്യൂ വരാൻ പോകുന്നു സാർ. അടുത്ത് തന്നെ വന്ദേ മാതരം ഫുള്ളായിട്ട് റിസൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രോട്ടോകോൾ പ്രകാരം പാർലമെൻറ്റിൽ നിയമവും പാസ്സാക്കിയിട്ടുണ്ട്. ഇവരിപ്പോൾ അതിനെ വയലേറ്റ് ചെയ്യൂലേ? മുസ്ലിം ലീഗ് പാടൂലല്ലോ വന്ദേ മാതരം പാടിയില്ലെങ്കിൽ 3 വർഷം ജയിലിൽ പോയി കിടക്കണം. രാജ്യത്തെ നിയമം അതല്ലേ, ഫുള്ളായിട്ട് പാടണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ. അല്ല, അത് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ, അതാണ് ആ ആക്ടിൽ അതാണ് പറഞ്ഞേക്കണം. അത് വയലേറ്റ് ചെയ്യാൻ പറ്റുമോ ഇവർക്ക്? അത് സെൻട്രൽ ആക്ട് എങ്ങനെയാണ് വയലേറ്റ് ചെയ്യുന്നത്? ഒരു മന്ത്രി ഭരണഘടനയിൽ എങ്ങനെയല്ലേ മന്ത്രിസ്ഥാനം പോകും, വേറെ വിശേഷമൊന്നുമില്ല. മന്ത്രി വയലേറ്റ് ചെയ്താൽ മന്ത്രിസ്ഥാനം പോകും. ഉദ്യോഗസ്ഥന്മാർ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥന്മാർ 3 വർഷം പോയി ജയിലിൽ കിടക്കേണ്ടി വരും. ഇനി ഞാൻ വേറൊന്ന് ചോദിക്കട്ടെ,
അതടുത്തത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി മുസ്ലിം ലീഗിനെ പോലെയല്ല, ഭാരതത്തിന് സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടതാണ് ആനന്ദമഠം. ആ നോവലിൽ ഉള്ളതാണ് ഈ പാട്ട്. ആ പാട്ട് ഇന്ത്യയുടെ ദേശീയ ഗാനമാണെന്നും ഇത് ദേശഭക്തിക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് എന്നും പറഞ്ഞ് അത് ചൊല്ലിയവരിൽ ഒരാൾ മഹാത്മാഗാന്ധിയാണ്, വേറെ ആരുമല്ല. ഇപ്പൊ മഹാത്മാഗാന്ധി പക്ഷെ പിക്ചറിലില്ലല്ലോ, മൊത്തം സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധിയും ഇറ്റാലിയൻ ഗാന്ധിമാരാണ്. അതെ, ഇറ്റാലിയൻ ഗാന്ധിമാരാണ് അവർ. മഹാത്മാഗാന്ധിയാണ് എന്ത് ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചപ്പോഴാണ് കേട്ട് നിന്നവരാണ് മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് അത് വരുന്നത്. അത് ഭാരതം എൻ്റെ മാതൃരാജ്യമാണ് എന്നും ഭാരത മാതാവ് എന്നും പറഞ്ഞുകൊണ്ട് ആവർത്തിച്ച് പറയുകയും ഇന്ത്യൻ ജനതയ്ക്ക് ഏറ്റവും കൂടുതൽ ദേശീയ പ്രസ്ഥാനത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ആവേശം നൽകിയത് ഈ വന്ദേ മാതരമാണ് എന്ന് ഗാന്ധി പറയുകയും അത് AICC ഏറ്റുചൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സാർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ സ്വാതന്ത്ര്യ ദിനത്തിന് വന്ദേ മാതരം റിസൈറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരൻ കേസ് കൊടുത്താൽ പോരെ? ക്രിമിനൽ ഒഫൻസാണ്. ആർക്ക് വേണമെങ്കിലും കേസ് കൊടുക്കാം. അതായത് ഇന്ത്യ ഗവൺമെന്റിന്റെ. പിന്നെ അതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ആ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് വന്ദേ ഭാരതും വന്ദേ മാതരവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.